ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹ ആശിസ്സുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം. രചയിതാവ് തുളസി കോട്ടുകൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കൃഷ്ണായനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാകുമെന്ന് കരുതട്ടെ. ഭഗവാന്റെ ഓരോ കഥകൾ വായിക്കുമ്പോഴും നമുക്ക് ഒരു പുതിയ അറിവെങ്കിലും കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗോവർദ്ധനത്തിൻ്റെ ഉത്ഭവം. ഗോപന്മാരുടെ പരീക്ഷണം കഴിഞ്ഞു. കൃഷ്ണൻ ഇടയവംശത്തെ രക്ഷിക്കുവാൻ പിറന്ന പരമപുരുഷന്റെ അവതാരമാണെന്നും അവരുറച്ചു. എന്നാൽ ക്രമേണ മായ കൊണ്ട് ഗോപാലരുടെ മനസ്സിലുള്ള അവതാര മനോഭാവം ഭഗവാൻ നീക്കി. അമ്പാടിയിൽ ജനിച്ച് വൃന്ദാവനത്തിൽ വളരുന്ന സമർത്ഥനായ ബാലൻ മാത്രമായി അവർക്ക് കണ്ണൻ. കണ്ണൻ്റെ കർമ്മങ്ങൾ എല്ലാവർക്കും പ്രിയങ്കരങ്ങളുമായി. അക്കാലത്ത് ഗർഗാചാര്യൻ വൃന്ദാവനത്തിലേക്ക് എഴുന്നള്ളി. നന്ദഗോപൻ ആചാര്യനെ സ്വീകരിച്ചിരുത്തി. ബലരാമനും കണ്ണനും ഗർഗനെ വണങ്ങി നമസ്കരിച്ചു. ആചാര്യൻ ബാലന്മാരെ അനുഗ്രഹിച്ചു. അവർ പല ലീലകളാടുവാൻ പോയി. നന്ദഗോപൻ ഗർഗനോട് ആദരപൂർവം ചോദിച്ചു, ആചാര്യ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഗോവർദ്ധനോദ്ധാരണം അങ്ങ് ദർശിച്ചതാണല്ലോ. ഞങ്ങളുടെ കാഴ്ചയിൽ ഗോവർദ്ധനം ഒരു പർവ്വതം മാത്രമാണ്. മരങ്ങൾ ഇടതിങ്ങിയ നാനാജാതി മൃഗങ്ങളുള്ള ഒരു ഘോര വനപ്രദേശം. ഗോക്കൾക്ക് മേയുവാൻ അതിൻ്റെ സാനുപ്രദേശങ്ങളിൽ ധാരാളം പുല്ലുള്ളതുകൊണ്ട് ഗോവർദ്ധനം പ്രിയപ്പെട്ടതു തന്നെ. എന്നാൽ കണ്ണന് ആ പർവ്വതം മറ്റെന്തോ ആണ്. ബാലന്മാർ മുഖേന അറിഞ്ഞ ഒരു സംഗതി പറയാം. വനത്തിലെത്തിയാൽ ആരെയും കൂട്ടാക്കാതെ കണ്ണൻ വനത്തിൽ കയറും. വല്ലികളോടും മല്ലികകളോടും സ്വകാര്യമോതി നടക്കും. തടാകങ്ങളുടെ തടത്തിലിരുന്ന് അതിൻ്റെ നിശ്ചലത കണ്ട് ആസ്വദിക്കും. കാളിന്തി ആറ്റിൻകരയിൽ കണ്ണൻ എത്ര കണ്ട് ബഹിർമുഖനാകുമോ അതിലേറെ അന്തർമുഖനാകും വനത്തിലെത്തിയാൽ. കണ്ണന് അത്ര പ്രിയപ്പെട്ട ഗോവർദ്ധനത്തിന് സവിശേഷത വല്ലതുമുണ്ടോ? എല്ലാം വിശദമായി അറിയാവുന്നവനാണല്ലോ അങ്ങ്. നന്ദഗോപന്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഗോപന്മാരുടെ ആചാര്യനായ ഗർഗൻ പറഞ്ഞു, നന്ദഗോപരെ, കാലത്തിൻ്റെ ലീലകളിൽ നാം അജ്ഞരാണ്. അറിയുവാനുള്ള ആകാംക്ഷ പോലും കാട്ടാതെ ജനത ഇക്കാണുന്നതെല്ലാം സത്യമെന്ന മിഥ്യാധാരണയിൽ ജീവിച്ചു പോകുന്നു. കാലാതീതനും പരമനിർഗുണനുമായ പരമപുരുഷന്റെ അവതാരമാണ് കണ്ണൻ. അദ്ദേഹം സ്വേച്ഛായാസ ഗുണാകരം പ്രാപിച്ചു. അതോടെ സൃഷ്ടിക്ക് തുടക്കം കുറിച്ചു. അനവധി ബ്രഹ്മാണ്ടങ്ങൾ രൂപം കൊണ്ടു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളിൽ ഓരോ ഭാവങ്ങളുണ്ടായി. അത് പ്രകൃതിയിൽ രൂപങ്ങളായി മാറി. ഗംഗ മുതൽ പുൽക്കൊടി വരെ അങ്ങനെയാണ് ജന്മം കൊണ്ടത്. പ്രകൃതിജങ്ങളുടെ ജന്മത്തിനു ശേഷം ഗോപന്മാർക്ക് ഭഗവാൻ രൂപം നൽകി. ഗോപന്മാരിൽ ഭഗവാൻ തനിക്ക് പ്രിയയായി രാധയ്ക്കും ജന്മം നൽകി. സ്ത്രൈണതയുടെ മൂർത്തിഭാവമാണ് രാധ. സൗന്ദര്യത്തിൻ്റെയും ലാവണ്യത്തിൻ്റെയും പൂർണ്ണതയും രാധ തന്നെയാണ്. രാധാസഹിതനായി ഗോലോകത്തിൽ ഭഗവാൻ വസിക്കുമ്പോൾ ഭൂഭാരം തീർക്കുവാൻ മന്നിടത്തിൽ എത്തണമെന്ന് പരമേഷ്ടിക്ക് ഇച്ഛയുണ്ടായി. അപ്പോൾ രാധ പറഞ്ഞു, എൻ്റെ മനസ്സിലുള്ള ഒരു മോഹം ഞാൻ അങ്ങയെ അറിയിക്കട്ടെ, അത് അനുവദിച്ചു തരുമോ? രാധയുടെ വാക്കുകൾ കേട്ട് സ്നേഹദ്യുതി പ്രസരിക്കുന്ന വീക്ഷണവുമായി ഭഗവാൻ ചോദിച്ചു, രാധേ, എന്താണ് നിന്റെ ആഗ്രഹം? പറഞ്ഞുകൊള്ളൂ, സഫലമാക്കാം. രാധ പറഞ്ഞു, ദേവാ, നമ്മൾ മന്നിടത്തിൻ്റെ മാല കെട്ടാൻ മനുജരൂപത്തിൽ ഭൂമിയിലേക്ക് പോവുകയാണല്ലോ. അവിടെ വൃന്ദാവനത്തിൽ കൃഷ്ണ നദിക്കരയിൽ രാസകേളിക്കായി രഹസ്യമായ ഒരു സ്ഥലം ഉണ്ടാക്കി തരണം.
വനസുഖം ആസ്വദിച്ച് അങ്ങയുടെ ഹൃദയത്തിടമ്പായി വസിക്കുവാനും എനിക്ക് ആഗ്രഹമേറുന്നു. ദേവൻ പുഞ്ചിരിച്ചു. അദ്ദേഹം ധ്യാനത്തിലായി. ഒരു നിമിഷം കഴിഞ്ഞ് വിടർന്ന കണ്ണുകൾ കൊണ്ട് സ്വന്തം ഹൃദയത്തിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അല്പനിമിഷങ്ങൾക്കകം വനമാലയും കൗസ്തുഭരത്നവും കൊണ്ട് ശോഭിക്കുന്ന ഭഗവാന്റെ ഹൃദയ കമലത്തിൽ നിന്നും ഒരു തേജസ് ഉത്ഭവിച്ചു. അനുരാഗാങ്കുരം പോലെ മനോരഞ്ജകമായ ആ പ്രകാശസൂചി കുത്തനെ കൃഷ്ണാ നദിക്കരയിൽ പതിച്ചു. അത് വളരുവാൻ തുടങ്ങി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗുഹകളും നീർച്ചാലുകളും വൻമരങ്ങളും രത്നങ്ങളും ധാതുദ്രവ്യങ്ങളും അനേകം എടുപ്പുകളും നാനാജാതി മൃഗപക്ഷികളും നിറഞ്ഞ ഒരു പർവ്വതമായി അത് വളർന്നു. പർവ്വതം പിന്നെയും വളർന്നുകൊണ്ടിരുന്നു. ഭഗവാൻ പർവ്വതത്തിൻ്റെ വളർച്ച കണ്ട് അതിൻ്റെ മസ്തകത്തിൽ ഒരടി കൊടുത്തു. അതോടെ പർവ്വതത്തിൻ്റെ വളർച്ച നിന്നു. അനേകം ലതാനികുഞ്ചങ്ങൾ നിറഞ്ഞ ഗോവർദ്ധനം രാസകേളിക്ക് അത്യുത്തമമാണ്. ഭഗവാന്റെ ഹൃദയമാണ് ഗോവർദ്ധനം. അത്രയും വിശിഷ്ടമായ ഒരു പ്രദേശം മന്നിടത്തിൽ ഉണ്ടോ എന്നും സംശയം. പരമേഷ്ടി അതുകൊണ്ടാണ് ഗോവർദ്ധനത്തിൻ്റെ തടത്തിൽ ബാല്യകാലം കഴിച്ചു കൂട്ടുന്നത്. ഗർഗാചാര്യൻ്റെ വാക്കുകൾ നന്ദഗോപന് അമൃതായിരുന്നു. ഗോവർദ്ധനത്തെ പൂജിക്കുന്നത് ഭഗവാനെ പൂജിക്കുന്നതിന് തുല്യമാണ്. ഗോവർദ്ധനത്തെ ഭക്തിപൂർവം ആരാധിച്ചാലും അത് പരമഭാവത്തെ ആരാധിക്കുന്നതിന് സമം തന്നെ. ഗർഗൻ ഇങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും കണ്ണനും ബലരാമനും എത്തിച്ചേർന്നു. ആചാര്യൻ്റെ കണ്ണുകൾ അദ്വൈതഭാവം പൂണ്ടു. സാത്വിക ആനന്ദത്തിൽ മുഴുകി അദ്ദേഹം വർത്തിച്ചു. നന്ദഗോപന് പിതൃസഹജമായ സ്നേഹമേ ആ നിമിഷവും തോന്നിയുള്ളൂ. മായാമയൻ അപ്പോഴും നിജവൈഭവം തന്നെ പ്രകടിപ്പിച്ചു. അടുത്ത ഭാഗം ഗോവർദ്ധന മാഹാത്മ്യം. ബലരാമനും കണ്ണനും ആചാര്യന്റെ സമീപത്തു നിന്നും കളികൾക്കായി വീണ്ടും ഓടിപ്പോയി. നന്ദഗോപനും സുഹൃത്തുക്കളും ആചാര്യനും മാത്രമായി. ഗർഗൻ പറഞ്ഞു, നന്ദഗോപ, നമ്മൾ ഗോവർദ്ധനത്തിൻ്റെ കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ലോകത്തിലുള്ള ഏറ്റവും വിശിഷ്ടങ്ങളായ പുണ്യസ്ഥലങ്ങളാണ് ഋഷഭാദ്രിയും കുടകാദ്രിയും കോലകാദ്രിയും. എന്നാൽ അതിനേക്കാൾ വിശിഷ്ടമെത്രേ ഗോവർദ്ധനാദ്രി. ഈ ഗിരിരാജ ദർശനം കൊണ്ട് തന്നെ പുണ്യം ലഭിക്കും. ഗോവർദ്ധനത്തിൻ്റെ മാഹാത്മ്യം വെളിവാക്കുന്ന ഒരു കഥയുണ്ട്. അത് ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. ഗോമതി തീരത്ത് വസിച്ചിരുന്ന വിജയൻ എന്ന ഒരു ബ്രാഹ്മണൻ തൻ്റെ പിതൃകടം വീട്ടുവാനായി ഒരു നാൾ മധുരാപുരിയിലെത്തി. ക്രിയാദികൾ കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്ക് അദ്ദേഹം ഗോവർദ്ധനത്തിൻ്റെ താഴ്വരയിൽ എത്തി. ചന്ദനം പൂക്കുന്ന വസന്തകാലമായിരുന്നു അത്. ഗിരി പൂക്കളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ബ്രാഹ്മണന്റെ ഹൃദയം തരളമായി. അദ്ദേഹം വനത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. വനഭംഗി കാണുവാനും അതുവഴി നാട്ടിലെത്താനുമുള്ള ആശയായിരുന്നു മനസ്സിൽ. യാത്രയിൽ ഒരു ശിലാഖണ്ഡം വഴിയിൽ നിന്നും എടുത്ത് കയ്യിൽ വെച്ചിരുന്നു. പൂക്കളുടെ സൗരഭ്യം ഏറ്റും പൂമ്പാറ്റകളുടെ നൃത്തം കണ്ടും പൂഞ്ചോലകളുടെ കളകള നിസ്വനം ശ്രവിച്ചും ആനന്ദതുന്തിലനായി സഞ്ചരിച്ചിരുന്ന വിജയന്റെ മുൻപിൽ പൊടുന്നനെ അതിഭീഷണമായ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. നിബിഡമായ വനം. ചെകിടടപ്പിക്കുന്ന അലർച്ചയോടെ മുമ്പിൽ നിൽക്കുന്ന രൂപത്തെ ബ്രാഹ്മണൻ നോക്കി. 3 കാലുകൾ, 6 കരങ്ങൾ, മുകളിലേക്ക് വളഞ്ഞ മൂക്ക്, 2 നിര ദന്തങ്ങൾ, വളരെ ചെറിയ കണ്ണുകൾ, ഗുഹ പോലുള്ള വായ്, വളഞ്ഞു വെളുത്ത ദംഷ്ട്രകൾ, മാറോളം എത്തുന്ന നാക്ക്, ചോരയിറ്റിക്കുന്ന നാവ്, പുളഞ്ഞു കിടക്കുന്നു. ശരീരം രോമക്കാട് തന്നെ. ചെറു ജീവികൾ അവൻ്റെ പുറത്ത് ഇഴഞ്ഞു നടക്കുന്നു. ഭയങ്കരമായി അലറിക്കൊണ്ട് ബ്രാഹ്മണനെ തിന്നാനടുത്ത ആ ഭീഷണ രൂപത്തിൻ്റെ നാസികത്തുമ്പിൽ രണ്ടും കൽപ്പിച്ച് ബ്രാഹ്മണൻ കയ്യിലിരുന്ന കല്ലുകൊണ്ട് ഒരു ഇടി കൊടുത്തു. ആഘാതം ഏറ്റ് ആ ഭീഷണസത്വം നിലം പതിച്ചു. ആകാശത്ത് നിന്ന് മഴമേഘങ്ങൾ ഇറങ്ങി വന്ന് ആ രൂപത്തെ പൊതിഞ്ഞു. ബ്രാഹ്മണൻ ഒന്നും മനസ്സിലാവാതെ മിഴിച്ചു നിന്നു.
അല്പം കഴിഞ്ഞപ്പോൾ ആ പുകമറയിൽ നിന്നും തേജോരൂപനായ ഒരാൾ പുറത്തു വന്നു. കാന്തി വർഷിക്കുന്ന രൂപം, മഞ്ഞപ്പട്ട് ധരിച്ച് കിരീട കുണ്ടലത്തോടെ നിൽക്കുന്ന ആ തേജോരൂപൻ ബ്രാഹ്മണനെ വണങ്ങി. അവൻ പറഞ്ഞു, പ്രഭോ, അങ്ങ് എന്നെ രക്ഷിച്ചു. പരത്രാണപാരായണനായ അങ്ങ് ധന്യനാണ്. ആരും ഇതേവരെ എൻ്റെ രക്ഷയ്ക്കെത്തിയില്ല. ഇപ്പോഴങ്ങ് പാഷാണസ്പർശത്താൽ എന്നെ രക്ഷിച്ചു. താങ്കൾക്ക് നമോവാകം. ആശ്ചര്യത്തോടെ ബ്രാഹ്മണൻ പറഞ്ഞു, എന്തതിശയമായിരിക്കുന്നു! ഈ ശിലാഖണ്ഡത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയുകയില്ല. വഴിയിൽ കിടക്കുന്നത് കണ്ട് ഞാൻ എടുത്തു. ഭയങ്കരമായ രൂപമായിരുന്നു താങ്കളുടേത്. എന്നെ ആക്രമിച്ചപ്പോൾ ഞാൻ ഭയന്ന് സ്വയരക്ഷയ്ക്ക് വേണ്ടി ഈ കല്ലുകൊണ്ട് ഇടിച്ചതാണ്. എന്തായാലും ഗോവർദ്ധനത്തിൽ നിന്നും എടുത്ത ഈ ശിലാഖണ്ഡം താങ്കൾക്ക് മോക്ഷം തന്നു. തേജോരൂപൻ പറഞ്ഞു, ഗോവർദ്ധനം ഭഗവാൻ തന്നെയാണ്. അതിൻ്റെ ദർശനമാത്രയിൽ മനുഷ്യൻ മോക്ഷദായകനാകുന്നു. ലോകത്തിലെ മറ്റേത് പുണ്യസ്ഥാനത്തെക്കാളും വിശിഷ്ടമാണ് ഗോവർദ്ധനഗിരിയുടെ ദർശനവും ഇതിലെയുള്ള സഞ്ചാരവും. മഹാപാപിയായ എനിക്കുപോലും ഗോവർദ്ധനത്തിലെ ശിലാഖണ്ഡം കൊണ്ട് മോക്ഷം ലഭിച്ചുവല്ലോ. ആ സിദ്ധരൂപനോട് ബ്രാഹ്മണൻ ചോദിച്ചു, പ്രഭോ, താങ്കൾക്ക് രൂപഭേദം വരുവാൻ കാരണമെന്താണ്? പ്രഭോ, എൻ്റെ കഥ അങ്ങ് കേട്ടാലും. തേജോരൂപനായ ആ യുവാവ് തൻ്റെ കഥ പറയുവാൻ ആരംഭിച്ചു. ഞാൻ ധനികനായ ഒരു വൈശ്യൻ്റെ പുത്രനായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ചൂതുകളിയിലും സ്ത്രീകളിലും അഭിരുചിയുള്ളവനായി തീർന്നു. സുന്ദരികളായ വേശ്യാസ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചു ഞാൻ അലഞ്ഞു. എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരട്ടെ എന്ന് കരുതി മാതാപിതാക്കൾ എനിക്ക് വിവാഹം ഉറപ്പിച്ചു. സതിയായിരുന്നു എൻ്റെ പത്നി. അവളെ ഞാൻ ധാരാളം കഷ്ടപ്പെടുത്തി, ഉപദ്രവിച്ചു. മറ്റു ഗതിയില്ലാതായപ്പോൾ അവൾ എന്നെ ഉപേക്ഷിച്ചു. നാളുകൾ കഴിഞ്ഞു. പണത്തിനാവശ്യം കൂടി. ഞാൻ കുടുംബത്തിലെത്തി ധനം ചോദിച്ചു. സ്നേഹനിധിയായ പിതാവ് എന്നെ ഉപദേശിച്ചു, ശകാരിച്ചു. ഒന്നിനും എൻ്റെ മനസ്സ് മാറ്റാനായില്ല. അദ്ദേഹം കോപിഷ്ഠനായി. ധനം തരുവാനാവില്ലെന്ന് തീർത്തും പറഞ്ഞു. എൻ്റെ അഹങ്കാരം നുരഞ്ഞു കയറി. ഞാൻ അദ്ദേഹത്തിന് വിഷം കൊടുത്തു. എൻ്റെ രക്ഷകൻ പിടഞ്ഞു മരിക്കുന്നത് ഞാൻ നോക്കി നിന്നു. ശിലാഹൃദയനായ ഞാൻ പത്നിയുടെ സവിധത്തിലെത്തി. അവളെ വെട്ടിക്കൊന്നു. സ്വതന്ത്രനായ ഞാൻ പ്രിയപ്പെട്ട വേശ്യകളുടെ അടുത്ത് മടങ്ങി വന്നു. ധനവാനായ എന്നെ വേശ്യകൾ ദേവനെ പോലെ ആരാധിച്ചു. ഒരിക്കൽ ഞാനും ഏതാനും വേശ്യകളും ഒരുമിച്ച് വിജനമായ കാട്ടിൽ കൂടെ പോകുമ്പോൾ പെട്ടെന്നുണ്ടായ ആവേശത്തിൽ അതിലൊരുത്തിയെ ശൂന്യമായ ഒരു കിണറ്റിൽ തള്ളിയിട്ട് കൊന്നു. ഇത് കണ്ട് മറ്റ് വേശ്യകൾ ഓടി ഒളിച്ചു. ധനലോഭത്താൽ ഞാൻ അനേകം കൊലപാതകങ്ങൾ നടത്തി. അനവധി സതികളെ നിരാലംബരാക്കി. അനുഷ്ഠിക്കാത്ത പാപങ്ങൾ ഇല്ല. ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരു ദിവസം മൃഗവേട്ടയ്ക്കായി വനത്തിലേക്ക് പോയ എന്നെ ഒരു സർപ്പം കടിച്ചു. ഉഗ്രമായ ആ വിഷശക്തിയിൽ ഞാൻ മരിച്ചു. യമകിങ്കരന്മാർ എന്നെ ക്രൂരമായി ഉപദ്രവിച്ചു. ശിക്ഷ കഠിനമായിരുന്നു. യമലോകത്തിലെ എല്ലാ നരകത്തിലും ഞാൻ പതിച്ചു. അതുകൊണ്ടും തീരാത്തതായിരുന്നു എൻ്റെ പാപം. യമകിങ്കരന്മാർ എന്നെ പൊരിയുന്ന കിടാരത്തിലിട്ട് വറുത്തു, എരിയുന്ന തീയിലിട്ട് ചുട്ടു, പൊള്ളുന്ന എണ്ണയിലിട്ട് പൊരിച്ചു. കഴുകനും കാകനും ജീവനോടെ എന്നെ കൊത്തി വലിച്ചു. എത്രയോ ജന്മങ്ങൾ, അവസ്ഥകൾ, കഷ്ടതകൾ. ജീവിതം ഒരു പ്രഹേളികയായിരുന്നു എനിക്ക്. തിര്യക്കുകളായും ക്രൂരജന്തുക്കളായും ഞാൻ ജന്മമെടുത്തു. അവസാനം ഇതാ രൂപം പോലും വ്യക്തമാവാത്ത രാക്ഷസനായി ഈ വനത്തിൽ വന്നു ചേർന്നു. മാതാപിതാക്കളുടെ സുഹൃതം കൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പരിശുദ്ധനായ ഗിരിവരൻ്റെ ശക്തി കൊണ്ട് മോക്ഷം ലഭിച്ചു. ജീവിതം പഠിച്ചു. വേദനയും സുഖവും അറിഞ്ഞു. മായാമയൻ്റെ രൂപവിധാനവും അറിഞ്ഞു. തേജോരൂപനായ ആ സിദ്ധൻ ഇത്രയും പറഞ്ഞ് ധ്യാനത്തിലായി. അപ്പോൾ വിഷ്ണു ലോകത്തു നിന്നും പാർഷദന്മാർ എത്തി. അവർ ആ സൗവർണ രൂപനെ ആദരവോടെ വിമാനത്തിലേറ്റി. അവർ അമ്പരത്തിൽ മറഞ്ഞു. ബ്രാഹ്മണൻ സ്വഭവനത്തിലേക്കും യാത്രയായി. ഇങ്ങനെ ഗർഗൻ ഗോവർദ്ധനത്തിൻ്റെ മാഹാത്മ്യം വിശദീകരിച്ചു.
ആ പർവ്വതത്തെ പൂജിക്കണമെന്നും ആചരിക്കണമെന്നും കണ്ണൻ നിഷ്ഠയോടെ പറഞ്ഞതിൻ്റെ പൊരുൾ നന്ദഗോപന് മനസ്സിലായി. ആചാര്യൻ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് മധുരയിലേക്ക് യാത്രയായി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.